Hi everyone, this is me, Casac Benjali. ഒരിക്കൽ കൂടി പുതിയ വീഡിയോ ബ്ലോഗിലേക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ, നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, നിങ്ങളടക്കമുള്ള ആളുകളുടെ ശരിക്കുള്ള അവസ്ഥ എന്താണ്? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പല ബിസിനസ്സുകാരും ചെയ്യുന്ന, അല്ലെങ്കിൽ പല ബിസിനസ്സുകാരും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന വലിയൊരു അബദ്ധമാണ് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ് അവരെല്ലാവരും. ഞാൻ അവിടെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ കുറെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ബിസിനസ് വളർച്ച കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ടിവിറ്റി വേഴ്സസ് പ്രൊഡക്ടിവിറ്റി. നിങ്ങളുടെ സ്ഥാപനം ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണോ, അതല്ല ഒരു പ്രൊഡക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണോ? അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അപ്പൊ എന്താണ് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയ സ്ഥാപനം? അത് ആദ്യം പറയാം. ആക്ടിവിറ്റി ഓറിയന്റഡ് ആയ സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അടക്കമുള്ള എല്ലാവരും രാവിലെ 9 മണിക്ക് ഓഫീസിൽ വരും, അല്ലെങ്കിൽ ഫാക്ടറിയിൽ വരും, കുറെ സമയമൊക്കെ സ്പെൻഡ് ചെയ്യും, കുറെ സമയം കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അവസാനം നിങ്ങളുടെ ആസ് എ സംരംഭകൻ, ബിസിനസ്സുകാരൻ എന്ന രീതിയിൽ നിങ്ങൾ വൈകുന്നേരം 5 മണിക്കോ അല്ലെങ്കിൽ 3 മണിക്കോ 4 മണിക്കോ 6 മണിക്കോ 8 മണിക്കോ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്ത, ചെയ്യണമെന്ന് ആഗ്രഹിച്ച, അല്ലെങ്കിൽ ചെയ്യേണ്ടുന്ന, ഇനി അതുമല്ലെങ്കിൽ സ്ഥാപനത്തെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനോ വളർത്താനോ ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ 9 മണിക്ക് വന്നു, കുറെ ഇമെയിൽ കിടക്കുന്നുണ്ട്, അതെല്ലാം നിങ്ങൾ നോക്കി. അപ്പോഴേക്കും പർച്ചേസ് മാനേജർ വന്നു, സർ ഈ LPO കറക്റ്റ് ആണോ എന്ന് നിങ്ങളെ കൊണ്ട് തന്നെ നോക്കിപ്പിച്ചു. അവൻ ചെയ്യേണ്ട പണിയാണ്, പക്ഷെ അത് നിങ്ങളെ കൊണ്ട് തന്നെ, അവന്റെ പേപ്പർ നിങ്ങളെ കൊണ്ട് തന്നെ വായിപ്പിച്ചു. നിങ്ങളുടെ സമയം അവൻ കവർന്നെടുത്തു. അപ്പോഴേക്കും അക്കൗണ്ടന്റ് വരുന്നു, സർ ഈ ലെഡ്ജറിനടുത്ത് നമ്മൾ ഈ കോസ്റ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ കറക്റ്റ് ആണോ സാർ, ഒന്ന് വായിച്ചു നോക്കുമോ? അവൻ ചെയ്ത സാധനം നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് നിങ്ങളോട് വെരിഫൈ ചെയ്യാൻ പറയും. നിങ്ങളുടെ അരമണിക്കൂർ അവിടെ പോയി. പിന്നെ പ്രൊഡക്ഷൻ മാനേജർ വന്നു, സെയിൽസ് മാനേജർ വന്നു. ഇവരൊക്കെ ഇവരുടെ പ്രൊഡക്റ്റും ഇവരുടെ വർക്കിന്റെയും കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് നോക്കിപ്പിച്ച്, നിങ്ങളെ കൊണ്ട് പണിയിപ്പിച്ച്, നിങ്ങളെ കൊണ്ട് ചീത്ത വിളിപ്പിച്ച്, നിങ്ങളെ കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ച്, നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുമ്പോഴേക്കും ഉച്ചയായി. നിങ്ങൾ വിചാരിച്ചത് എന്താ? ശരിക്ക് ഇന്ന് ഓഫീസിൽ പോയിട്ട് കുറച്ച് പുതിയ ക്ലയൻസിന്റെ ഡേറ്റ എടുക്കണം, ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യണം, ദുബായിലേക്കുള്ള ഓഫീസ് തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ പ്രൊസീജിയേഴ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാനുള്ള ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ അവരവരുടെ ഓരോരുത്തരുടെയും ബിസിനസ്സിന്റെ സ്വഭാവത്തിനനുസരിച്ച് ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. ഇത് നിങ്ങൾ ഓഫീസിലേക്ക് ചെല്ലും, അവന്മാർ കുറെ ആളുകൾ നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ചെയ്തിട്ടില്ല. നിങ്ങൾ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു റിസൾട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി, സ്വാഭാവികമായിട്ട് കുറച്ച് കൂടുതൽ സമയം നമ്മൾ ആരും ചോദ്യം ചെയ്യാനില്ല, നമ്മൾ അവിടെ ഇരിക്കും. വൈകുന്നേരം ആണെങ്കിൽ പിന്നെ മൂടൊരു കട്ട്, ആരെങ്കിലുമൊക്കെ വരും, അല്ലെങ്കിൽ ഒരു ക്ലയന്റ് വിളിക്കും, ഒരു കാപ്പിയൊക്കെ കുടിച്ച് 5 മണി വരെ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ, സമയം ഒന്നിനും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ 5 മണിക്ക് ഇറങ്ങി പോരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചെയ്യേണ്ടതിന്റെ 90% ചെയ്തിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള സ്ഥാപനത്തെയാണ് നമ്മൾ ആക്ടിവിറ്റി ഓറിയന്റഡ് സ്ഥാപനം എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്റ്റാഫിന്റെയും അവസ്ഥ തഥൈവ. അവർ വരുന്നു, കുറച്ച് സമയം മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കുന്നു, കുറച്ച് സമയം മറ്റു കാര്യങ്ങൾ നോക്കിയിരിക്കുന്നു, കുറച്ച് കാര്യങ്ങൾ ചെയ്തെന്ന് വരുത്തുന്നു, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല, എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, എക്സ്പെക്ട് ചെയ്ത വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. കഴിഞ്ഞ മാസം ചെയ്ത അതേ കാര്യങ്ങൾ ഈ മാസം ചെയ്യുന്നു. കഴിഞ്ഞ മാസത്തിനേക്കാളും ഒരു 100 ഇരട്ടി, അല്ലെങ്കിൽ 100%, ഒരു 50% പ്രോഗ്രസിലേക്ക്, ബിസിനസിന്റെ പ്രോഗ്രസിലേക്ക് എത്താൻ ആവശ്യമായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അവർ 9 മണിക്ക് വരുന്നു, 5 മണിക്ക് പോകുന്നു, കുറെ സമയം സ്പെൻഡ് ചെയ്യുന്നു, കുറെ കുശലാന്വേഷണങ്ങൾ നടത്തുന്നു, കുറെ കാര്യങ്ങൾ പറയുന്നു. ഇതിനെയാണ് നമ്മൾ ആക്ടിവിറ്റി ഓറിയന്റഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഓണറും ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. ഇത്ര സമയത്ത് വരുന്നു, കുറെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, പോകുന്നു. അപ്പോൾ ആ സംരംഭകനും വിചാരിക്കും, ഞാൻ എല്ലാ ദിവസവും ഓഫീസിൽ പോകുന്നുണ്ട്, ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ വലിയൊരു സംഭവമാണെന്ന് അയാൾക്കും തോന്നുന്നു. സ്റ്റാഫ് എല്ലാവരും വരുന്നുണ്ടല്ലോ, കറക്റ്റ് 9 മണിക്ക് വരുന്നുണ്ട്, 5 മണി വരെ എല്ലാവരും പണിയെടുക്കുന്നുണ്ട്. അപ്പൊ എന്റെ സ്ഥാപനം സൂപ്പറാണ്. ആക്ച്വലി നിങ്ങളുടെ സ്ഥാപനം എന്ത് റിസൾട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്ത് പ്രോഗ്രസീവ് ചേഞ്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്ത് എക്സ്പാൻഷൻ, ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലാത്ത സ്ഥാപനത്തെയാണ് നമ്മൾ ആക്ടിവിറ്റി ഓറിയന്റഡ് സ്ഥാപനം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്ഥാപനമുണ്ട്, പ്രൊഡക്ടിവിറ്റി ഓറിയന്റഡ് ആയ സ്ഥാപനം. അതായത് ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോകാറുള്ളത്, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മാസത്തിൽ 3 തവണ
പരമാവധി 4 തവണ പോകാറേ ഉള്ളൂ. ഞാൻ ഇപ്പം ഇരിക്കുന്ന എൻ്റെ വീട്ടിൽ ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന എൻ്റെ ഓഫീസ് എൻ്റെ പ്രൈവറ്റ് ഓഫീസ് കം ലൈബ്രറിയിലാണ്. ഞാൻ ഇവിടെയാണ് കൂടുതൽ ഇരിക്കാറുള്ളത്. ഒരു ട്രെയിനർ അല്ലെങ്കിൽ ഒരു കോച്ച്, ഒരു കൺസൾട്ടന്റ്, ഒരു ട്രാൻസ്ഫോർമേഷൻ എക്സ്പേർട്ട് എന്ന രീതിയിൽ ഓഫീസിൽ പോയി അക്കൗണ്ടന്റിനെ സപ്പോർട്ട് ചെയ്തിട്ടോ സെയിൽസ്മാനെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജറെ സപ്പോർട്ട് ചെയ്തിട്ടോ എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ, എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ, എനിക്കിഷ്ടപ്പെട്ട റിസർച്ച് നടത്താൻ, എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും എൻ്റെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അത് മാത്രം ചെയ്യും. ഞാൻ ഓഫീസിൽ പോവുകയാണെങ്കിൽ അത് റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കും. മീറ്റിങ്ങിന് വേണ്ടി മാത്രം പോകും. ആ മീറ്റിംഗ് കഴിയുമ്പോൾ ഒരു റിസൾട്ട് അവിടെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉറപ്പുവരുത്തും. ഞാൻ എൻ്റെ ഓഫീസിൽ രാവിലെ 4 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഇരുന്ന് കഴിഞ്ഞാൽ വായനയിലൂടെയും മറ്റും ഞാൻ ഉറപ്പുവരുത്തും. ഞാൻ പുറത്തു പോവുക അല്ലെങ്കിൽ ബിസിനസ് ആവശ്യത്തിന് പുറത്തു പോകുന്ന ക്ലയൻസിനെ കാണാൻ, അത് പുതിയ ബിസിനസ് എക്സ്പാൻഷന് വേണ്ടിയിട്ട്, പുതിയ ബിസിനസ് കൊളാബറേഷന് വേണ്ടിയിട്ട്. ഒത്തിരി ബിസിനസ് കൊളാബറേഷൻ വരാൻ പോകുന്ന നമ്മുടെ പുതിയ ക്ലയന്റുമായിട്ട് മീറ്റ് ചെയ്യാൻ, പുതിയ ക്ലയന്റിന്റെ ബിസിനസ് കൺസൾട്ടൻസി പ്രൊജക്റ്റുകളുടെ ചെക്ക് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ കണ്ട ക്ലോസ് ചെയ്യാൻ വേണ്ടി. അതായത് ഞാൻ ഒരു കാര്യം ചെയ്യുന്നുവെങ്കിൽ അതിനപ്പുറത്തൊരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാകും. റിസൾട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യില്ല. എൻ്റെ ടീമിനെയും ഞാൻ അത് തന്നെയാണ് ഉറപ്പുവരുന്നത്. ഓരോ വ്യക്തിയും അവർ ചെയ്യുന്ന വൈകുന്നേരം പോകുന്നതിന് മുമ്പ് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് പ്രൊഡക്ഷനിലേക്ക് എത്തണം. ഇവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഡക്ടിവിറ്റി ഓറിയന്റഡ് ഓർഗനൈസേഷൻ. അതായത് എത്ര സമയം വർക്ക് ചെയ്തു എന്നതല്ല. നിങ്ങൾ 9 മണിക്ക് വന്ന് 5 മണിക്ക് പോയോ, 9 മണിക്ക് വന്ന് 2 മണിക്ക് പോയോ, ഒരു മിനിമം ഡിസിപ്ലിൻ പാറ്റേൺ ഒക്കെ ഉണ്ടാകും. എന്നാൽ പോലും എത്ര സമയം ഓഫീസിനകത്ത് ഇരുന്നു എന്നത് അവിടെ കൗണ്ടബിളേ അല്ല. മറിച്ച് എന്ത് ചെയ്തു എന്നതാണ് പ്രധാനം. ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ അതിനകത്ത് അപ്പോൾ ഒരു പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ ആയിട്ട് നിങ്ങളുടെ ഓർഗനൈസേഷൻ മാറണമെങ്കിൽ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയ ഓർഗനൈസേഷനിൽ കൃത്യമായിട്ടുള്ള ഓർഗനൈസേഷന് ഗോൾ ഉണ്ടാവില്ല, കൃത്യമായിട്ടുള്ള വിഷൻ ഉണ്ടാവില്ല, ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതായത് സംരംഭകനായ മുതലാളിയുടെ മനസ്സിനകത്ത് കുറെ ആഗ്രഹം ഉണ്ടാവും. എൻ്റെ ബിസിനസ്സിന് 100 ഇരട്ടി ഉയരത്തിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ 500 കോടിയിലേക്ക് കൊണ്ടുപോകണം, ആഗ്രഹം ഉണ്ടാവും. അത് എവിടെയും ഒരു വിഷനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, ഒരു മിഷനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അതിനൊരു KRA ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അതിനൊരു KPI ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അതിനൊരു ടാർഗറ്റ് ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഓരോ ടീം അംഗങ്ങളോടും എൻ്റെ മനസ്സിൽ ആഗ്രഹം ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, മാനേജ്മെന്റിനോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെയാണ് ഉണ്ടാവുക. അതായത് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ല. നിങ്ങൾ സംരംഭകനാണെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഓഫീസിൽ പോകണമെങ്കിൽ ഇന്ന കാര്യങ്ങളെ ചെയ്യും. ഞാൻ ഓഫീസിൽ പോകുന്നുവെങ്കിൽ ഇത്ര കാര്യങ്ങൾ റിസൾട്ട് ഉണ്ടായിരിക്കണം. ഞാൻ ക്ലയന്റിനെ കാണാൻ പോകുന്നെങ്കിൽ ഇന്ന കാര്യങ്ങൾ നടന്നിരിക്കണം. ഇത്ര മണിക്കൂർ ഞാൻ കൃത്യമായിട്ട് പണി എടുത്തിരിക്കും. ആ പണി എടുക്കുമ്പോൾ ഈ റിസൾട്ട് വരണം. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഒരു കൃത്യമായ ജോബ് റെസ്പോൺസിബിലിറ്റി ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇതാണ് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയുള്ളത്. ഉദാഹരണത്തിന് പറഞ്ഞാൽ പറമ്പിൽ ഫുട്ബോൾ കളിക്കില്ല. നിങ്ങൾ ഗ്രൗണ്ടിൽ പറമ്പിൽ പോയിട്ട് അല്ലെങ്കിൽ പാടത്ത് പോയിട്ട് ഫുട്ബോൾ കളിക്കാൻ വിചാരിക്കുക. ആ ഫുട്ബോൾ കളിക്കുന്നതിന് വല്ല കൃത്യമായുള്ള റൂൾ ഉണ്ടോ? ആർക്കും കയറിയിട്ട് പോകാം. നിങ്ങളുടെ പെർഫോമൻസ് കൃത്യമായിട്ട് അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുമോ? ഇല്ല, കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടില്ല. നിങ്ങൾ കുറെ ദിവസം മോശമായിട്ട് കളിച്ചാൽ നിങ്ങളുടെ അവിടെ പറമ്പിൽ ഇനി മുതൽ ഇങ്ങോട്ട് കളിക്കാൻ വരണ്ടെന്ന് പറഞ്ഞ് ആരും ഒഴിവാക്കില്ല. നിങ്ങൾ മോശം കളിക്കാരനാണെങ്കിലും, സ്ഥിരമായിട്ട് തല്ലിപ്പൊളി കളിക്കാരനാണെങ്കിലും, സ്ഥിരമായിട്ട് ലോ പെർഫോമർ ആണെങ്കിലും നിങ്ങൾക്ക് അവിടെ ചാൻസ് ഉണ്ട്, ഇല്ലേ? മാത്രമല്ല ഓരോ ദിവസത്തെയും കളി ഇത്ര ഷോട്ട് നിങ്ങൾ എടുത്തു, ഇത്ര ദിവസം കളിച്ചു, ഇത്ര ഗോൾ നിങ്ങൾ അടിച്ചു എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ ഈ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ വിലയിരുത്തി ഒരു ബെഞ്ച് മാർക്ക്, ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് ടീമിന്റെ അകത്തോ പുറത്തോ ആക്കാൻ ഒരു മെഷറിംഗ് യൂണിറ്റ് അവിടെ ഉണ്ടാവില്ല. എന്നാൽ ഇന്റർനാഷണൽ ഫിഫ വേൾഡ് കപ്പിലാണ് നിങ്ങൾ കളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഓരോ കളിയും അവിടെ എണ്ണപ്പെടും, നിങ്ങളുടെ പെർഫോമൻസ് വിലയിരുത്തപ്പെടും. ഒരു ദിവസം നിങ്ങൾ മോശമായി കളിച്ചാൽ പിറ്റേ ദിവസം നിങ്ങൾ ടീമിൽ ഇറക്കില്ല, നിങ്ങളുടെ ഗ്രൗണ്ടിൽ ഇറക്കില്ല. കാരണം നിങ്ങളുടെ ടീമിൽ ഇറക്കുമ്പോൾ ഒരു എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ഉണ്ട്. ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ മേളിലേക്ക് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പിറ്റേ ദിവസം കളിക്കാൻ പറ്റുള്ളൂ. അതിന് താഴെയാണ് നിങ്ങളുടെ ടീമിൽ നിന്ന് പുറത്താക്കും. ഇങ്ങനെ ഒരു സാധനം നിങ്ങളുടെ ഓർഗനൈസേഷൻ ഉണ്ടോ? ശരിക്കും നിങ്ങൾ പറമ്പിൽ ഫുട്ബോൾ ആണോ കളിക്കുന്നത്? അതല്ല ഫിഫ വേൾഡ് കപ്പ് ആണോ കളിക്കുന്നത്? നിങ്ങളുടെ ടീം അംഗങ്ങൾ ഫിഫ വേൾഡ് കപ്പിൽ കളിക്കണമെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഓറിയന്റഡ് ആയിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരു വിഷൻ ഉണ്ടായിരിക്കണം, നിങ്ങൾക്കൊരു മിഷൻ സെറ്റ് ചെയ്തിരിക്കണം, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് ഓരോ കാര്യത്തെക്കുറിച്ചും വളരെ വ്യക്തമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരിക്കണം, സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിരിക്കണം, വിഷൻ ഉണ്ടായിരിക്കണം. അത് ഉണ്ടാകുമ്പോഴാണ് ഒരു പ്രൊഡക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഉണ്ടാകുന്നത്. ഒരു വിഷനെ മിഷനാക്കി സെറ്റ് ചെയ്യണം, KRA ആക്കിയിട്ട് സെറ്റ് ചെയ്യണം. ടോപ്പ് ലെവൽ മാനേജ്മെന്റിനെല്ലാം, ഓരോ ഡിവിഷണൽ മാനേജ്മെന്റിന് കൃത്യമായിട്ടുള്ള KRA ഉണ്ടായിരിക്കണം.
ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റിനും കൃത്യമായിട്ടുള്ള KPI ഉണ്ടായിരിക്കണം. ഒരു ഇൻഡിവിജ്വലിനും അവരുടെ പ്രോഗ്രസിനെ അടയാളപ്പെടുന്ന KPI ഉണ്ടായിരിക്കണം. ബ്ലൂ കോളറിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ടുള്ള ടാർഗറ്റ് ഡിഫൈൻ ചെയ്തിരിക്കണം. അങ്ങനെ ഒരാള് ഒരു ദിവസം 8 മണിക്കൂർ വർക്ക് ചെയ്തു. അപ്പൊ അയാൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട റിസൾട്ട് ഇതാണ്. ഇത്രയും മിനിമം എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. സെയിൽസിൽ മാത്രമാണ് പലപ്പോഴും ടാർഗറ്റ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡിൽ വർക്ക് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉള്ളൂ നമ്മുടെ പല സ്ഥാപനങ്ങളും. അതിനപ്പുറത്തേക്ക് അക്കൗണ്ടന്റിന്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ പർച്ചേസ് മാനേജറുടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സ്റ്റാൻഡേർഡ് ഡിഫൈൻ ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു മെക്കാനിസം ഉണ്ട്. നിങ്ങളുടെ സ്റ്റാൻഡേർഡ്, നിങ്ങൾ ഒരു ദിവസം 10 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് റിസൾട്ടാണ് അതിന് ശേഷം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ള സ്റ്റാൻഡേർഡ് ഡിഫൈൻ ചെയ്യണം. അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഓർഗനൈസേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടൈം ആൻഡ് എഫേർട്ടിനാണ് ഈ ആക്ടിവിറ്റി ഓറിയന്റഡ്. ടൈം 9 മണിക്ക് പോയി 5 മണി വരെ ഇരുന്നു, കുറെ എന്തൊക്കെ കാര്യം ചെയ്തു, ഇതിന് എനിക്ക് ശമ്പളം തരണമെന്ന് വിശ്വസിക്കുന്നവരാണ് ആക്ടിവിറ്റി ഓറിയന്റഡുകാർ. അങ്ങനെ തന്നെ ശമ്പളം കൊടുക്കുന്നവരാണ് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള എന്റർപ്രണർ. നേരെ മറിച്ച് പ്രൊഡക്ടിവിറ്റി ഓറിയന്റഡ് നിങ്ങൾ എന്ത് ചെയ്തു, എത്ര സമയം ഇരുന്നു എന്നുള്ള വിഷയമല്ല. ഇന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം, ഇത്ര റിസൾട്ട് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം, ഈ ലെവലിൽ നിങ്ങൾ അക്കംപ്ലിഷ് ചെയ്തിരിക്കണം. അക്കൗണ്ടന്റ് ആണ്, കറക്റ്റായിട്ട് 31-ാം തീയതിയാണ് നിങ്ങളുടെ ഈ GST ഫയലിംഗ് എങ്കിൽ, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഫയലിംഗ്, ടാക്സ് ഫയലിംഗ് എങ്കിൽ അത് 27-നോ 28-നോ അല്ലെങ്കിൽ 31-ാം തീയതി രാത്രിയാണെങ്കിൽ രാത്രി അത് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഇറങ്ങാൻ പാടുള്ളൂ. അതിനപ്പുറത്ത് പിന്നെ വേറൊരു അപ്പുറത്തേക്ക് ഒരു ഡയലോഗ് പോലും ഇല്ല. കാരണം എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ് അന്ന് തീർക്കുക എന്നുള്ള, അന്ന് തീർത്തിരിക്കണം. വി ഡോണ്ട് കെയർ അബൌട്ട് how many hours you have been working within your organization. It doesn't matter. So this is what is the standard expectation. ക്ലിയർ ആയോ? അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഡക്ടിവിറ്റി ഓറിയന്റഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഓർഗനൈസേഷൻ നമ്മളൊരു പ്രൊഡക്ടിവിറ്റി ഓറിയന്റഡ് ഓർഗനൈസേഷൻ ആണെങ്കിൽ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക് സ്റ്റെപ്പ് വേണം. ഇതുപോലെയുള്ള ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കണം. നിങ്ങളുടെ ഒരു പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ ആക്കണമെങ്കിൽ ഞങ്ങൾക്കൊരു ഓൺട്രപ്രണർ എന്ന രീതിയിൽ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തെ 100 കോടി ക്ലബിലേക്കും 1000 കോടി ക്ലബിലേക്കൊക്കെ കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്ന തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിൽ നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പെർഫോമൻസ് പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്ത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള കൺസൾട്ടൻസി പ്രോഗ്രാമുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ടീമിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ഹൈ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടീമിനെ ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വിവിധ തരത്തിലുള്ള പ്രോസസ് ആൻഡ് പെർഫോമൻസ് ട്രെയിനിങ്, മോട്ടിവേഷൻ ട്രെയിനിങ് അല്ല, ഞങ്ങളത് കൊടുക്കാറില്ല. മറിച്ച് നിങ്ങളുടെ ടീമിന്റെ പെർഫോമൻസ് കൂട്ടാൻ ആവശ്യമായിട്ടുള്ള പെർഫോമൻസ് ട്രെയിനിങ് ആണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. So we will give you all kind of solutions. Thank you so much. This is me, Casac Benjali.